ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2026 മൂന്നാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ 4 വിഷയങ്ങളും ഫിഖുൽ ഇസ്ലാം, ദുറൂസുൽ ഇസ്ലാം 1, ദുറൂസുൽ ഇസ്ലാം 2, തജ്വീദുൽ ഖുർആൻ, ഇതിൻ്റെ എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാനിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് വിശദമായിട്ട് അടുത്ത വർഷം എക്സാമിലേക്കൊക്കെ വേണ്ടവർക്ക് വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതന്നെ ഞാൻ ചെയ്യാൻ കാരണം, ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തരുമോ, ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലില്ല, PDF ആയിട്ടൊന്നും ഇല്ല, എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുതരാമെന്ന് ഉസ്താദ് പറഞ്ഞതാണ്. അപ്പോൾ ആ കൊണ്ടുതരുന്നത് ഞാൻ ഓരോരുത്തർക്കും ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഒരു ക്ലാസ്സിൻ്റെ മാത്രമല്ല. അപ്പോൾ പിന്നെ ഒരാൾക്ക് അയച്ചു കൊടുത്ത് ഒരാൾക്ക് അയക്കാൻ കഴിയില്ല, പിന്നെ ആർക്ക് അയച്ചു കൊടുത്തത് അവരേന്ന് ഷെയർ ചെയ്തിട്ട് വേറൊരാൾക്ക് അയക്കുക, അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ റമദാനായിട്ട് വീട്ടിലുള്ള ഓരോ പണികളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവും. ഞാനൊരു വീട്ടമ്മയാണ്, അപ്പോൾ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞിട്ടല്ല, എന്നാലും എല്ലാവരുടെ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് വോയിസ് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിക്കുക. എന്നിട്ട് തന്നെ എന്താണ് അതിന് പറയുന്നത്, എന്താ ഇത് എക്സാം കഴിഞ്ഞ അന്ന് തന്നെ ചെയ്യേണ്ടിയിരുന്നു എന്ന്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇതന്നെ ഞാനിപ്പോൾ ഇന്ന് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താ വെച്ചാൽ നമുക്ക് രാവിലെ കഴിഞ്ഞ എക്സാം അന്ന് വൈകുന്നേരമായിട്ടും അന്ന് രാത്രിയായിട്ടും പിറ്റേന്ന് രാവിലെ ഒക്കെ ആയിട്ടൊക്കെ പല മദ്രസകളിലും എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അത് പെട്ടെന്ന് പഠിച്ച് അതേപടി പോയി എഴുതാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഇതന്നെ ഇന്ന് ഈ ശനിയും ഞായറും എക്സാം നടക്കുന്ന സ്ഥലമുണ്ട്. ഈ അവർക്ക് ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ഉള്ളൂ മദ്രസ. എല്ലാ ദിവസങ്ങളിലും മദ്രസ ഇല്ലാതെ ശനി ഞായറും മാത്രമേ മദ്രസ ഉള്ളൂ. അപ്പോൾ അവർക്ക് എക്സാം വരുന്നത് ശനി ഞായർ മാത്രമാണ്. എല്ലാ വിഷയവും ഒറ്റ ദിവസം ഈ 2 ദിവസം വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് എനിക്കറിയില്ല. അവർക്ക് ഇതാവാനാണോ ഇനി വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണോ അവർ എക്സാം എടുക്കുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഈ ശനി ഞായർ എക്സാം എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ഒന്ന് ഇതന്നെ ആയിരുന്നോ എന്നുള്ളതൊന്ന് ജസ്റ്റ് അറിയിച്ചാൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഷെയർ ചെയ്തുകൊണ്ടോ ചെയ്യാതിരുന്നത് കൊണ്ടോ കാര്യമില്ല എന്ന് എനിക്കറിയാം. എന്താ വെച്ചാൽ പല കുട്ടികൾക്കും വൈകുന്നേരം മദ്രസയുള്ള പല കുട്ടികൾക്കും എവിടെ നിന്നാണ് കിട്ടിയത് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് അവർ ആൻസർ അറിയാഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയച്ച് തന്നിട്ട് ഇതിൻ്റെ ആൻസർ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് അവരോട്, നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞില്ലേ പിന്നെന്താ, ഞങ്ങൾക്ക് വൈകുന്നേരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് എവിടെ നിന്ന് കിട്ടി വെച്ചപ്പോൾ അത് ഉമ്മൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതെന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നടന്ന എക്സാമിൻ്റെത് അവർക്ക് ഉസ്താദുമാരെ ഗ്രൂപ്പുകളിലൊക്കെ അവരെ മദ്രസേൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും ഉസ്താദ്. ഇതേപോലെ ഉസ്താദിനോട് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ അയക്കുമെന്ന് ചോദിച്ച് ഒരുപാട് പാരൻസിനോട് അയച്ചു കൊടുത്തതുണ്ടാവും. അതൊരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഈ പഠിച്ചെഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, തെറ്റല്ലേ? അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി പഠിച്ച് അത് പോയി എഴുതുക എന്ന് പറഞ്ഞാൽ, ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ കുട്ടിക്ക് ആൻസർ എവിടെയാണെന്ന് കൂടി അറിയൂല ബുക്കിൽ ആൻസർ നോക്കി പഠിക്കാൻ. എന്നിട്ട് അവർ അത് മെസ്സേജ് ചെയ്യാണ്, ഇതിൻ്റെ ഉത്തരം എവിടെയാണ്, ഏത് ചാപ്റ്ററിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ ആൻസർ ചോദിക്കുന്നത്. അത്രയും ദയനീയാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അന്ന് തന്നെ എക്സാം കഴിഞ്ഞ അന്ന് തന്നെ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും. ഇത് ഞാൻ പല പ്രാവശ്യം എക്സാം നടക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു വോയിസാണ്. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് നീട്ടണില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരിയടയാപ്പെടുത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമളാനിൽ നരകമോചനത്തിൻ്റെ നാളുകളാണ്. നരകമോചനത്തിൻ്റെ നാളുകൾ അവസാനത്തെ 10, ആദ്യത്തെ 10, അവസാനത്തെ 10, നടുവിലെ 10 നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അവസാനത്തെ 10 നരകമോചനത്തിൻ്റേത്. ഇനി നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതല്ല. ഇവിടെ ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. ആദ്യത്തെ അത്തഹിയാത്ത് ഓതൽ അത് അബാൽ സുന്നത്താണ്, ഫർളിൽ പെട്ടതല്ല. അപ്പോൾ അത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. ഇനി
എങ്ങനെ നിസ്കരിക്കുന്നവരാണ് നെഞ്ഞുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത്? എങ്ങനെയാണ്? നിന്നും ഇരുന്നും കൊണ്ട് നിസ്കരിക്കുന്നവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി നിസ്കാരത്തിൻ്റെ മുമ്പ് അദാൻ സുന്നത്തില്ലാത്തവർ, സ്ത്രീകൾക്ക് അദാൻ സുന്നത്തില്ല, പുരുഷന്മാർക്ക് അദാൻ സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഖബർ ശിക്ഷയിൽ അധികവും ഇത് ശരിയാവാത്തത് കാരണമാണ്. എന്തായിരുന്നു? മൂത്രശുചീകരണം ശരിയാവാത്തത് കാരണമാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതല്ലാത്തതാണ് വേണ്ടത്. വെള്ളം കുടിക്കൽ നോമ്പ് മുറിയും, കഫം ഇറക്കൽ നോമ്പ് മുറിയും, കുളിച്ചാൽ നോമ്പ് മുറിയില്ല. അടുത്തതാ, കഅബ പുനർനിർമ്മാണം നടത്തിയ നബി ആരായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് കഅബ പുനർനിർമ്മാണം നടത്തിയത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? അസ്സലാത്തു ഹൈറും മിനന്നൗം എന്ന് കേട്ടാൽ പറയണം. എന്തായിരുന്നു? സ്വതക്കത്ത വബരിർത്ത എന്നാണ് അസ്സലാത്തു ഹൈറും മിനന്നൗം എന്ന് കേട്ടാൽ. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് റജബ് 27-നാണ്. ഭംഗിയായി വസ്ത്രം ധരിക്കണം എന്നാണ് അർത്ഥം. ഹുദൂ സീനത്തക്കും. നമ്മൾ പാഠത്തിൻ്റെ അടിയിൽ ഹദീസ് പഠിച്ചിരുന്നു അല്ലേ? ഹുദൂ സീനത്തക്കും, ഭംഗിയായി വസ്ത്രം ധരിക്കണം. ഇനി ചേരുംപടി ചേർക്കാനാണ്. രക്ഷാകവചമാണ് എന്ത്? നോമ്പ് രക്ഷാകവചമാണ്. അപ്പം അതിൻ്റെ ബി എഴുതാം. പാപങ്ങൾ പൊറുക്കുന്ന കർമ്മം ഏതാണ്? 5 നേരം നിസ്കരിക്കൽ. അപ്പം അതിൻ്റെ ഈ എഴുതാം. ഇനി കഅബ കാണുമ്പോൾ സ്വീകരിക്കും. എന്താണ്? ദുആ സ്വീകരിക്കും. ഓപ്ഷൻ ഡി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കുന്ന കർമ്മമാണ് അദാനിന് ശേഷം ദുആ ചെയ്യൽ. അദാനിന് ദുആ ചെയ്യുന്നവർ. അപ്പോൾ ഓപ്ഷൻ എ. വിസർജനത്തിൻ്റെ അദബാണ് പാദരക്ഷ ധരിക്കുക എന്നത്. അപ്പോൾ ഓപ്ഷൻ സി. ഇനി പൂരിപ്പിക്കാനാണ്. ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വാഫാനി എന്നവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അന്നിയൽ അദാ. അടുത്തതാ, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളെ ഡാഷ് ശപിച്ചിട്ടുണ്ട്. ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. വബഅസുഹു ഡാഷ് എന്താണ്? മഖാമൻ മഹ്മൂദനില്ലദി വഅത്തഹു. വബഅസുഹു മഖാമൻ മഹ്മൂദൻ നമുക്കവിടെ എഴുതി കൊടുക്കാം. മഹ്മൂദനില്ലദി വഅത്തഹു. ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ശേഷം ചൊല്ലേണ്ട ദുആ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നിന്നാണ്. അടുത്തത് എന്താണ്? റമളാൻ ആഗതമായാൽ ഡാഷ് ബന്ധനസ്ഥനാവും. എന്താണ്? പിശാചുക്കൾ ബന്ധനസ്ഥനാകും. അശ്രദ്ധ മൂലം നിസ്കാരം ഡാഷ് കഠിനമായ ശിക്ഷയുണ്ട്. എന്താണ്? അശ്രദ്ധ മൂലം നിസ്കാരം പിന്തിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അപ്പോൾ നിസ്കാരം പിന്തിക്കുന്നവർക്കും ചേർത്തെടുക്കാം. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ആദ്യമായി അദാൻ വിളിച്ച സഹാബിയുടെ പേര് ബിലാൽ റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിന് എത്ര ഫർളുകളുണ്ട്? 14 ഫർളുകൾ. സ്വർഗത്തിൽ റയ്യാൻ എന്ന പ്രത്യേക കവാടം ഒരുക്കിയത് ആർക്കാണ്? നോമ്പുകാർക്കാണ്. പ്രത്യേക കവാടം ആർക്കുള്ളതാണെന്ന് വെച്ചാൽ നോമ്പുകാർക്കുള്ളതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരങ്ങളുടെ രൂപം കാണിച്ചു കൊടുത്തത് ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അടുത്തത്, ആദം നബി അലൈഹി ഇസ്ലാമിന് 7000 വർഷങ്ങൾക്ക് മുമ്പ് കഅബ തവാഫ് ചെയ്തിരുന്നു. ആര്? മലക്കുകൾ. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 7000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഇശാ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? അസ്തമന ശോഭ മാഞ്ഞത് മുതൽ സുബ്ഹ് വരെയാണ്. അടുത്തത്, അദാൻ വിളിക്കുന്നവന് അന്ത്യനാളിൽ സാക്ഷി നിൽക്കും. ആരൊക്കെയാണ്? അദാൻ കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും മറ്റു വസ്തുക്കളും അദാൻ വിളിച്ചവന് അന്ത്യനാളിൽ സാക്ഷി നിൽക്കും. ഇനി റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന ദുആ ചെയ്തു. ആരെല്ലാം? എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കഅബ പുനർനിർമ്മാണം പൂർത്തിയായപ്പോൾ ദുആ ചെയ്തതാണ് അല്ലേ? അടുത്തതാ, എന്താണ് നിസ്കാരത്തിൻ്റെ തുമഅനീനത്ത്? എന്താണ്? ഓരോ റുക്നിലേക്കുള്ള വരവ് പോക്ക് വേർതിരിക്കുന്ന വിധത്തിൽ നിശ്ചലമാവലാണ്. നിശ്ചലമാകലാണ് തുമഅനീനത്ത്. ഇനി
നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ ആദ്യത്തെ 4 എഴുതുക. നിസ്കാരത്തിൻ്റെ ഫർള് അല്ലേ, നിസ്കാര ഓർഡറിൽ നമുക്ക് മനസ്സിൽ വേണം. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാമ്, ഫാത്തിഹ ഓതൽ, അങ്ങനെ ഓർഡറിൽ വേണം. അപ്പോഴാണ് നമുക്ക് 4 എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഫിഖ്ഹുൽ ഇസ്ലാമിൽ വന്നത്. ഇനി നമുക്ക് ദുറൂസുൽ ഇസ്ലാം നോക്കാം. ദുറൂസുൽ ഇസ്ലാം 1 ആണ് കേട്ടോ. കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ഒരാളാണ്. ഇവിടെ ജുവൈരിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സൊഫിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഇനി എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കുന്ന ജോലിയാണ് ആടുകളെ മേക്കൽ. അടുത്തത് സഹൽ റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാമിൻ്റെ മഹത്വം അറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? മജൂസി, അയൽവാസിയായ മജൂസി. അടുത്തത് ഈ ലോകത്ത് അപമാനവും പരലോകത്ത് കഠിന ശിക്ഷയും ലഭിക്കുന്ന കാര്യമാണെന്ത്? മോഷണം. വിശ്വാസികളുടെ ഉമ്മമാരിൽ പെട്ട മഹദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. അപ്പോൾ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ശബ്ദമൂർത്തിയവരോട് ശോഭിച്ചത് ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിൽ തനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിച്ചു. ആരെ? മൂത്താപ്പയെയാണ് സഹായിച്ചു. അടുത്ത എന്താണ്? ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. ആരെയായിരുന്നു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. അടുത്തത് മരങ്ങൾ എന്നാണ് അർത്ഥം. മരങ്ങൾ അഷ്ജാറുൻ മരങ്ങൾ. ഇനി 5 പെൺകുട്ടികൾ എന്നാണ് അർത്ഥം. എന്താണ്? ഹംസു ബനാത്തിൻ എന്നതാണ് 5 പെൺകുട്ടികൾ എന്നതിൻ്റെ അറബി. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകൻ ഫാത്തിമ ബീവിയുടെ മകൻ ഹസ്സൻ ഹുസൈൻ. അപ്പോൾ ഇവിടെ ഹസ്സൻ എന്ന ഓപ്ഷൻ ഡി ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അടുത്തതാ ഖദീജ ബീവിയുടെ പിതാവ് ഹുവൈലിദ്. ഹുവൈലിദാണ്. അപ്പോൾ ഓപ്ഷൻ സി. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ. ഇവിടെ മകൻ്റെ പേര് കാസിം എന്ന് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ കാസിം. ഓപ്ഷൻ എ. അടുത്തത് ഒരു അറബി സാഹിത്യകാരനാണ് ഉത്തുബ. ഓപ്ഷൻ ഇ എഴുതാം. അടുത്തത് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് മറിയം ബീവി ഇമ്രാൻ്റെ മകളാണ്. സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഓരോ പേരുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓപ്ഷൻ ബി. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കണം. എന്താണ്? സത്യസന്ധത പാലിക്കണം. ഇടപാടുകൾ നടത്തുമ്പോൾ സത്യസന്ധത പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ക്ക് വേണ്ടി ആടിനെ മേച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കക്കാർക്ക് വേണ്ടിയിട്ട് ആടിനെ മേച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മക്കക്കാർക്ക് എന്ന് എഴുതി കൊടുക്കാം. ഇനി ആദരണീയ വസ്തുക്കളെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അടുത്തത് ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. ഇവിടെ പരിപാലനമില്ലാത്ത എന്ന് വിട്ടിട്ടുണ്ട്, അത് എഴുതുക. ഇനിയാ അടുത്തത് നമുക്ക് ആ ബൈത്താണ്. നമ്മളൊരു പാടത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബറക്കൽ ബർക്കു സോഹർ റഅദു നസലൽ മത്തറു അലദ്ദിയാർ. അപ്പോൾ അവിടെ നസലൽ മത്തറു എന്ന് നമ്മളവിടെ വിട്ടത് എഴുതി കൊടുക്കുക. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒരാൾക്ക് അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ചാൽ അവനെ പ്രിയങ്കരനാക്കും. ആർക്ക്? അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. അടുത്തു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ചുംബിക്കുമായിരുന്നു. ആരുടെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹീറ കണ്ടുമുട്ടിയത് എവിടെ വെച്ചായിരുന്നു? ബുസ്ര പട്ടണത്തിൽ വെച്ചിട്ടാണ്. അടുത്തത് ഒരിക്കലും മോഷ്ടിക്കുകയില്ല. ആരാണ്? സത്യവിശ്വാസി ഒരിക്കലും മോഷ്ടിക്കുകയില്ല. പക്ഷി എന്നതിൻ്റെ അറബി പദമെന്ത്? പക്ഷി എന്നതിൻ്റെ തോഇറ എന്നാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. കറുത്തത് പറിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ആരോട് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞതാണ്. അറാക്ക് മരത്തിലെ പഴങ്ങൾ പറിക്കുമ്പോൾ കറുത്തത് മാത്രം പറിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞതായിരുന്നു. അടുത്തത് എന്താണ്?
ആദരിക്കേണ്ട 4 വിഭാഗത്തിൻ്റെ പേര് എഴുതുക. നബിമാർ, അഹ്ലു ബൈത്ത്, സഹാബത്ത്, വലിയുമാർ, ആലിമുകൾ. അപ്പോൾ നമുക്ക് 4 എഴുതാം, മനസ്സിലാക്കാം. അടുത്തതെന്താണ്? ഖുർആനിനെ എതിർത്തവരെ ഖുർആൻ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? എങ്ങനെയാണ്? നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിനു സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്നാണ് വെല്ലുവിളിച്ചത്. അയൽവാസികളോട് നമുക്കുള്ള കടമകൾ ഏതെല്ലാം? എന്താണ്? അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. അടുത്തത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യാനാണ്. 20 രൂപ എന്താണ്? ഇഷ്റൂന റൂബിയ എന്നത് ആണ് 20 രൂപ എന്നതിൻ്റെത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ദുറൂസ് 1-ൽ വന്ന ചോദ്യങ്ങൾ. ഇനി ദുറൂസുൽ ഇസ്ലാം 2-ൻ്റെ ചോദ്യപേപ്പർ നോക്കാം. നമുക്ക് ദുറൂസ് 2-ൽ ആദ്യം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചത് റമളാൻ 27-നാണ്. കൂട്ടുകാർ അനിഷ്ടകരമായ കാര്യങ്ങൾ ചെയ്താൽ എന്താണ്? മാപ്പ് നൽകണം. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ വിവരിക്കുന്ന ഒരു സൂറത്ത്, അതാണ് സൂറത്തുൽ ഓഷിയ. ഖുറൈശികൾ കഅബ പുതുക്കി പണിതപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 35. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഇഹലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. എന്താണ്? റഹ്മാൻ. വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസക്കും. എന്താണ്? സ്വർഗത്തിൽ വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസക്കും, സ്വർഗത്തിൽ എന്നതാണ് നമ്മളവിടെ ടിക്ക് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരിടം ഏതാണ് എന്നാണ് ചോദ്യം വന്നത്. അതിൻ്റെ അറബിയ വന്നതെന്നുള്ളൂ. അപ്പോൾ ആൻസർ സ്വർഗം എന്നാണ് വേണ്ടത്. അടുത്തത് പരിശുദ്ധ കഅബയുടെ സമീപം വളച്ചു കെട്ടിയ സ്ഥലമാണ് ഹിജ്ർ ഇസ്മായിൽ. അടുത്തതാ റഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷികളുടെ പാഠത്തിലല്ലേ ചിറകിട്ടടിച്ചു എന്നാണ് റഫ് എന്നല്ല. അടുത്തതോ പെൺമാൻ എന്നതിൻ്റെ ലൊബിയ എന്നാണ് പെൺമാൻ എന്നതിൻ്റെ അറബി. ഇനി ചേരുംപടി ചേർക്കാനാണ് വന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭൃത്യൻ മൈസറ, ഓപ്ഷൻ സി. അടുത്തത് തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടത് ആർക്കായിരുന്നു? റബീഉബ്നു ഹുസൈം, ഓപ്ഷൻ ഇ. അടുത്തത് യർമൂക്ക് യുദ്ധത്തിൽ ഷഹീദായി. ആരാണ് യർമൂക്ക് യുദ്ധത്തിൽ ഷഹീദായത്? ഇക്രിമ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ എ. അടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യപുത്രനാണ് വറഖത്ത് ബിൻ നൗഫൽ, ഓപ്ഷൻ ബി. പിതൃവ്യപുത്രൻ വറഖത്ത് ബിൻ നൗഫൽ. ഒരു പ്രമുഖ സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി. ഇനി പൂരിപ്പിക്കാനാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സായിരുന്നു. നരകത്തിൽ ഡേഷാണ് ആഹാരം, വിഷച്ചെടിയുടെ മുള്ളാണ് ആഹാരം. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗം പോലെയാണ് സത്യവിശ്വാസികൾ. അപ്പോൾ അവിടെ ബിൽഡിങ്ങിൻ്റെ എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അടുത്തത് അൽ ഹജറുൽ അസ്വദ് കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് കിഴക്ക് നമ്മളവിടെ എഴുതി കൊടുക്കണം. അടുത്തതായി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്താണ്? ഞങ്ങളെ നേരായ വഴിയിൽ ചേർത്തി തരണമേ. അപ്പോൾ അവിടെ നേരായ വഴിയിൽ നിന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം. എവിടെ? സ്വർഗം. ജമ്മിലൂനി ഇത് പറഞ്ഞതാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉറുമ്പിൻ്റെ കൂട് എന്നതിൻ്റെ അറബി പദം എന്താണ്? കറിയത്തു നംല് എന്നാണ് ഉറുമ്പിൻ്റെ കൂട്. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന ഹാദ അറാബിയുൻ ഇസ്തതാനി എന്ന് പറഞ്ഞതാര്? ആരായിരുന്നു? ലൊബിയ, അതായത് പെൺമാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന ഈ അറാബി കെട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ, അതാണ് അവിടെ നിന്നാണ് വന്നത് കേട്ടോ. അടുത്തതാ യർമൂക്ക് യുദ്ധവേളയിൽ
വെള്ളപ്പാത്രവുമായി ഓടി നടന്ന സഹാബി ആരായിരുന്നു? ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ്. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. കൂട്ടുകാർ ആരായിരിക്കണമെന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താ പറഞ്ഞത്? കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. അതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അടുത്തത് എന്താണ്? ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ കാരണം എന്തായിരുന്നു? മലവെള്ളപ്പാച്ചിലിൽ കാരണം കഅബക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിനാലാണ് ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. അടുത്തത് മാലിക് യൗമിദ്ദീൻ സാരം എഴുതണം. എന്താണ്? പ്രതിഫലം നൽകുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. അടുത്തത് സ്വർഗത്തിൽ അള്ളാഹു തആലയുടെ ലിഖായിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണും. പൂർണ്ണ രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ തിരക്കില്ലാതെ കാണും. അത് എഴുതുക. അടുത്തത് അർശിന് ചുറ്റുമുള്ള പ്രകാശിക്കുന്ന മെമ്പറ ലഭിക്കും. ആർക്കാണ് ലഭിക്കുക? നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾക്കുള്ളതാണ് അർഷിൻ്റെ ചുറ്റുമുള്ള പ്രകാശിക്കുന്ന മെമ്പറ. അപ്പോൾ ഇത്രയാണ് ദുറൂസ് 2-ൽ വന്ന ചോദ്യങ്ങൾ. കുറച്ച് കൂടുതൽ അറബികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ഇത്രയും കടുകട്ടി വാക്കുകളൊന്നും അവർ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് തജ്വീദ് കൂടി നോക്കാം. തജ്വീദിൽ ആദ്യം വന്ന ചോദ്യം 1. സാക്കിനായ നൂനിനെ മീമാക്കി മണിച്ചു ഓതണം. അപ്പോൾ ഇവിടെ ഇക്ലാബിൻ്റെ ഉദാഹരണം വന്നത് മെമ്പാളിൻ എന്നതാണ്. അതാണ് ടിക്ക് ചെയ്യേണ്ടത്. സാക്കിനായ നൂനിനെ മീമാക്കി മണിച്ചു ഓതേണ്ടത് ഇക്ലാബാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ. അടുത്തത് സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. ഇഖ്ഫാ ഇവിടെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നത് അർജുലുഹും ബിമാ എന്നത് ശരിയടയാപ്പെടുത്താം. ഇനി തൻവീനിനെ മറച്ചു മണിച്ചോദണം. തൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരം വന്നത് തൻവീനിന് ശേഷം ജീമു വന്ന് ഹുബ്ബൻ ജമ്മാ എന്നത്. ഇനി ആ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധം. ഇവിടെ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധം ഇൽഹാർ മുത്തലക്കാണ് അല്ലേ. അപ്പോൾ അവിടെ ആദ്യത്തേതൊക്കെ നൂനിൻ്റെ ശേഷം ഹ വന്നതും നൂനിൻ്റെ ശേഷം ഐന് വന്നതൊക്കെ ഇൽഹാർ തന്നെയാണ്. നിർബന്ധമുള്ളത് ബുഞ്ഞാനുൻ എന്ന ഇൽഹാർ മുത്തലക്ക് വന്നതാണ് ശരിയടയാപ്പെടുത്തേണ്ടത്. അടുത്തതാ തൻവീനിനെ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ബിലാവുൻ്റെ ഉദാഹരണം മാലൽ ലുബദ എന്ന തൻവീനിന് ശേഷം ലാമു വന്നതാണ്. പിന്നെ തൻവീനിനെ ഇക്ലാബ് ചെയ്ത് ഓതണം. തൻവീനിനെ ഇക്ലാബ് ചെയ്ത് ഹിക്കുമത്തും ബാലിയ തൻവീനിന് ശേഷം ബാ വന്നത്. ഇനിയോ തൻവീനിന് ശേഷം ഷീന് വന്നത് തൻവീനിനെ എന്താക്കണം? ഇഖ്ഫാ ചെയ്യണം എന്നത് മറച്ചു മണിക്കണം എന്നത് അവിടെ നമ്മൾ ശരിയടയാപ്പെടുത്താം. ഇനി അടുത്തത് എന്താണ്? വജസാഹും ബിമാ സബറു എന്നതിൽ സാക്കിനായ മീമിൻ്റെ വിധി. മീമിന് ശേഷം ബാ വന്നു ഇഖ്ഫാ. ഇനിയോ സാക്കിനായ മീമിന് ശേഷം ഈ അക്ഷരം വന്നാൽ മീമിനെ വെളിവാക്കി ഓതണം. ഏത് അക്ഷരം വന്നാലാണ് മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ, മീമ് വന്നാൽ ഇൽഹാർ, ബാക്കി ഏത് അക്ഷരം വന്നാലും ഇൽഹാറാണ്. അപ്പോൾ അവിടെ ജീമ് എന്നതാണ് ശരിയടയാപ്പെടുത്തേണ്ടത്. ഇനി ചേർത്തി ഓതലാണ് നല്ലത്. സീല അവിടെ സോദുലാമു സില അത് നമുക്കവിടെ ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. ഇനി ചേരുമ്പടി ചേർക്കാൻ വന്നത് സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. നൂനിനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണം മിൻ തഹ്തിഹ എന്ന ഓപ്ഷൻ സി. ഇനിയോ തൻവീനിനെ ഇക്ലാബ് ചെയ്യണം. തൻവീനിനെ ഇക്ലാബ് ചെയ്തത് ഉത്തുല്ലിംബായത് തൻവീനിനെ അല്ലേ കിസ്റ തൻവീനിന് ബാ ശേഷം ബാ വന്നു ഓപ്ഷൻ ഇ. അടുത്തതാ സാക്കിനായ മീമിനെ ഇഖ്ഫാ വജസാഹും ബിമാ മീമിന് ശേഷം ബാ വന്നു ഓപ്ഷൻ എ. ഇനി തൻവീനിനെ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. മണിക്കാതെ ഇദ്ഗാം ചെയ്യേണ്ടത് ഇദ്ഗാം ബിലാവുന്ന അവിടെ തൻവീനിന് ശേഷം റാ വന്നിട്ടുണ്ട്. തൻവീനിന് ശേഷം റാ മുഹമ്മദുർ റസൂലുള്ള എന്ന ഓപ്ഷൻ ബി. ഇനി ആ സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്തത് ഹും ഖൈറുൻ എന്ന മീമിന് ശേഷം ഹ എന്ന ഓപ്ഷൻ ഡി കേട്ടോ. ഇനി ആ പൂരിപ്പിക്കാനാണ്. അംബ അഹും എന്നതിലെ സാക്കിനായ നൂനിനെ എന്ത് ചെയ്യണം?
നൂന് ശേഷം ബാ വന്ന് ഇക്ലാബ് ചെയ്യണം. അടുത്തതാ തൻവീന് ശേഷം ഐൻ വന്നാൽ തൻവീനിന് ശേഷം ഐൻ വന്നാൽ ഇൽഹാർ ചെയ്ത് ഓതണം. ഇനിയോ കിൻവാനുൻ എന്നതിലെ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇൽഹാർ മുത്തലക്കില. ഇനിയോ മിൻഹും ബത്ഷ എന്നതിൽ സാക്കിനായ മീമിന് ശേഷം ബാ ഇഖ്ഫാ. ലൈലൻ തവീല എന്നതിൽ തൻവീന് ശേഷം ഏതക്ഷരത്തെയാണ് ഇഖ്ഫാ ചെയ്തത്? തൻവീന് ശേഷം തോ. അപ്പോൾ അവിടെ തോ ആണ് ഇഖ്ഫായിൻ്റെ അക്ഷരം. തോ, തൻവീന് ശേഷം തോ. അപ്പോൾ അവിടെ ഇഖ്ഫായിൻ്റെ അക്ഷരം ഏതാണെന്നാണ്. അപ്പോൾ തോ ആണ്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. മല്ലാ യസ് അലുക്കും എന്നതിലെ നൂന് സാക്കിനയുടെ വീതി. നൂന് ശേഷം ലാം. അപ്പോൾ ഇത് ആമും ബിലാവുന്ന. ഇനിയോ ദുരിയത്തംബാലുഹ എന്നതിൽ തൻവീനിൻ്റെ വീതി. തൻവീന് ശേഷം ബാ. അപ്പോൾ ഇക്ലാബ്. അസ്വാജൻ സലാസ തൻവീന് ശേഷം സാ. ഇവിടെ തൻവീന് ശേഷം വന്ന ഇഖ്ഫായിൻ്റെ അക്ഷരം ഏത് എന്നാണ്. അപ്പോൾ അവിടെ സാ. ഇനിയോ ഖുർആനിൽ ജീം എന്ന ചിഹ്നമുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യുന്നതിൻ്റെ നിയമം എന്താ? അവിടെ നിർത്താം എന്നാണ് ജീമിനെ സൂചിപ്പിക്കുന്നത്. ഇനിയോ ബിമല്ല എന്നതിൽ സുക്കൂനുള്ള നൂനിൻ്റെ വിധി. സുക്കൂനുള്ള നൂന് അവിടെ സാക്കിനായ നൂന് അല്ലേ. അപ്പോൾ നൂനിന് ശേഷം ലോദ് വന്നു. അപ്പോൾ അവിടെ ഇഖ്ഫ ആണ്. ഇഖ്ഫ. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ് സക്കത്ത? എന്തായിരുന്നു സക്കത്ത? ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ് സക്കത്ത. നമ്മൾ വഖഫിൻ്റെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അടുത്തതിന് സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹംസകളെ ശ്രദ്ധിച്ച് ഓതാതിരുന്നാലുള്ള അബദ്ധം എന്താണ്? ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ഷദ് വരികയും ചെയ്യും. അടുത്തത് സാക്കിനായ നൂനിനെയും തൻവീനെയും മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. എപ്പോഴാണ്? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങൾ വന്നാലാണ്. ഇനിയോ ചിലപ്പോൾ സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്യണം. എന്താണ് ഇക്ലാബ്? നൂനിൻ്റെയോ തൻവീനിനെയോ മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതലാണ് ഇക്ലാബ്. നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതലാണ് ഇക്ലാബ്. ഇനിയോ സിൻവാനുൻ എന്നതിൽ സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. എന്താണ് കാരണം? എന്താണ്? സാക്കിനായ നൂനും ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരവും ഒരേ പദത്തിൽ ചേർന്ന് വന്നതാണ് ഇവിടെ ഇദ്ഗാം ചെയ്യാതിരിക്കാനുള്ള കാരണം. അവിടെ ഇൽഹാർ മുത്തലക്കാണ്. അപ്പോൾ എത്രയാണ് തജ്വീദിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.